ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലൈംഗികാതിക്രമ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാത്തതിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് ബോബി ചെമ്മണ്ണൂർ. മാപ്പപേക്ഷ അംഗീകരിച്ച ഹൈക്കോടതി ബോബിക്കെതിരായ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ബോബി ഷോ കോടതിയുടെ അടുത്ത് ചെലവാകില്ലെന്നാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ജാമ്യ ഉത്തരവ് സമയത്ത് ജയിലിലെത്താതിരുന്നതെന്നും സംഭവിച്ചതിൽ ദുഃഖമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ 24-നോട് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തില്. കോടതിയെ ബഹുമാനിക്കുന്നു. എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിശ്വാസമുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് പറയുകയുണ്ടായി. വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാപ്പ് പറയാൻ എനിക്ക് യാതൊരു ഈഗോ കോംപ്ലക്സും ഒന്നുമില്ല. ബോബി എപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്നതല്ല പ്രശ്നം, മറിച്ച് സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇത്തരം നടപടിയെന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് കോടതി വിലയിരുത്തി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ബോബി ജയിലിന് പുറത്തേക്ക് വന്നതെന്നും ഹൈക്കോടതി പരിഹസിച്ചു. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കുന്നുവെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ വിമർശനം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ബോബി എടുക്കേണ്ട, തടവുകാരുടെ കാര്യം നോക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതിന് വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ബോബി നിരുപാധികം മാപ്പപേക്ഷിച്ചത്. 24 കൊച്ചി. ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാത്തതിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതിനിടെ തിടുക്കത്തിൽ ജാമ്യവ്യവസ്ഥകൾ പാലിച്ച് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ജയിലിൽ തുടർന്നത് എന്ന വാദം ബോബി പിന്നീട് തിരുത്തി. ജയിലിന് പുറത്ത് പിന്തുണച്ചെത്തിയ ആൾക്കൂട്ടത്തെ പോലീസ് വിരട്ടിയോടിച്ചു. നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ജയിലിനകത്തും പുറത്തും അരങ്ങേറിയത്. ജാമ്യ ഉത്തരവുമായി ജയിലിന് മുന്നിലെത്തിയ അഭിഭാഷകരോട് ജയിലിൽ ഉത്തരവ് കൈമാറേണ്ട എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നിർദ്ദേശം. ഇതിനു പിന്നാലെ ജയിലിന് പുറത്ത് ആരാധകരെന്ന് അവകാശപ്പെട്ടെത്തിയ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ചും കോടതിയെ വെല്ലുവിളിച്ചുമാണ് നിലയുറപ്പിച്ചത്. ജാമ്യ മെമ്മോ ലഭിച്ചിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ താമസിച്ചാൽ അത് അഭിഭാഷകർക്ക് തിരിച്ചടിയാവുമെന്ന് ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനായിരുന്നു ഇന്ന് അഭിഭാഷകരുടെ ശ്രമം. ഓർഡർ നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ട് എത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഹൈക്കോടതി സ്വമേധയെ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇങ്ങനെ: തീരുമാനിച്ചിട്ടില്ല. കുറച്ചു പേർക്ക് ജാമ്യം കിട്ടിയവര് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി. ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി പുരുഷ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വിഭാഗം ജയിലിന് മുന്നിലെത്തിയത് തർക്കത്തിനിടയാക്കി. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഇവരുടെ ശ്രമം പോലീസ് തടഞ്ഞു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ നാളെ പൊളിച്ചു പരിശോധിക്കും. കല്ലറ പൊളിക്കുന്നത് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെയാണ് തുടർ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുന്നത്. കല്ലറയുടെ 200 മീറ്റർ പരിധിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് കുടുംബാംഗങ്ങളുടെ പക്കലുണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന ചോദ്യം. കല്ലറ പൊളിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. വാദം തുടങ്ങിയപ്പോൾ തന്നെ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന് എന്തിന് ഭയമെന്നും കോടതി ചോദിച്ചു. ഇതുവരെ മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെന്നും തുടർ നടപടികൾ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മകൻ സനന്ദൻ. മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അതിനി തന്നെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മരണപ്പെട്ടെന്ന് ചോദിച്ചു. അത് തെറ്റാണത്. എൻ്റെ അച്ഛൻ സമാധിയായതാണ്. ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇതാണ്. അവരൊരു തീരുമാനം എടുക്കട്ടെ. ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ നാളെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും നടപടികൾ. കല്ലറയുടെ 200 മീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിലൂടെ കേസിലെ ദുരൂഹതകൾ നീക്കാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 24 തിരുവനന്തപുരം.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷ പാർട്ടികളുടെയും ക്രൈസ്തവ സഭകളുടെയും എതിർപ്പിന് പിന്നാലെ വന നിയമ ഭേദഗതി ബിൽ ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നിയമ ഭേദഗതി ദുർവിനിയോഗം ചെയ്യാൻ ഇടയുണ്ടെന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മലയോരത്തെ ജനങ്ങൾക്കിടയിൽ ആശങ്ക വിതച്ച വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ജാഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നാടകീയമായ പിൻവാങ്ങൽ. ആശങ്കകൾ പരിഹരിക്കുമെന്ന് ഉറപ്പല്ല, നിയമനിർമ്മാണം തന്നെ ഉപേക്ഷിക്കുന്നെന്ന പ്രഖ്യാപനം സർക്കാരിനെതിരായ നീക്കങ്ങളോടുള്ള ശക്തമായ പ്രതിരോധമാണ്. വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വേണം കേന്ദ്ര സർക്കാർ വനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുമാനമെടുക്കാനെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് മുൻകൈയെടുക്കാൻ സംസ്ഥാനത്തുള്ള പാർലമെന്റ് അംഗങ്ങൾ തയ്യാറാകണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നിയമഭേദഗതിയിൽ നിന്ന് പിന്മാറിയതോടെ മുന്നണിക്കകത്തും ക്രൈസ്തവ സഭകൾക്കിടയിലുള്ള എതിർപ്പ് ഇല്ലാതാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ജനവികാരം ശക്തമാകുമെന്ന് കണ്ടാണ് വനനിയമ ഭേദഗതി ബിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരള കോൺഗ്രസ് എം നടത്തിയ പോരാട്ടത്തിന്റെ വിജയമെന്ന് ചെയർമാൻ ജോസ് കെ മാണി. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. വനനിയമ ഭേദഗതി ബില്ലിൽ നിന്ന് സർക്കാർ യു-ടേൺ അടിച്ചത് നന്നായെന്ന് PV അൻവർ. ജനവികാരം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാണം കെട്ട് ഇത് പിൻവലിക്കേണ്ട ഗതികേടാണ് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിൽ വലിയ സന്തോഷമുണ്ട്. കർഷകർക്കെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള നിയമങ്ങൾ അത് ഉപേക്ഷിച്ചതിൽ ഏറ്റവും അധികം സന്തോഷം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മലയോര ജനത, കർഷക സമൂഹം, പ്രത്യേകിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്നവർ ഏറെ ആശങ്കകളോടെ സമരരംഗത്തായിരുന്നു. അവരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവമായി എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. എൻ്റെ ഒരു നിയമസഭാ അംഗത്വം ജനങ്ങൾക്ക് തിരിച്ച് സമർപ്പിച്ചിട്ടാണെങ്കിൽ പോലും ജനങ്ങൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ നിന്ന് പിന്മാറിയിട്ടുള്ളത്. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടു. ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനിയാണ് മരിച്ചത്. ഊര് നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. രാവിലെ 11 മണിയോടെയാണ് സരോജിനി വനവിഭവ ശേഖരണത്തിനായി കാടിനുള്ളിലേക്ക് പോയത്. കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട സരോജിനിയെ ആന ആക്രമിച്ചു. സംഭവ സ്ഥലത്ത് തന്നെ സരോജിനി മരിച്ചു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട UDF BJP നേതാക്കൾ സ്ഥലത്ത് പ്രതിഷേധിച്ചു. കളക്ടറോ സബ് കളക്ടറോ നേരിട്ടെത്തി പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തും വരെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. 3 മണിയോടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി എത്തി. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പു നൽകി. ഫെൻസിംഗ്, ട്രഞ്ചിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും സരോജിനിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. Fencing requirement is the first priority. Second, there is a trench already made here, but it requires maintenance. That work will be done. Very urgent requirement, very immediate interventions are required. Everybody is well aware of the situation and immediate steps will be taken for addressal. തുടർന്ന് 4:30 സരോജിനിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നാളെയാണ് സരോജിനിയുടെ സംസ്കാരം. 24 മലപ്പുറം. ആടുകളെ വേട്ടയാടാൻ തുടങ്ങി 9 നാളായിട്ടും വനം വകുപ്പിന് പിടികൊടുക്കാതെ പുൽപ്പള്ളിയിലെ കടുവ. ഇന്നലെ രാത്രിയും ആടിനെ കൊന്ന കടുവയെ തേടി വനം വകുപ്പ് തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആട്ടിക്കൊല്ലിയിൽ പുല്ലരിഞ്ഞവർ കടുവയെ കണ്ടിരുന്നു. കടുവാ ദൗത്യത്തിനായി പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അമരക്കൊല്ലി തൂപ്രയിലെ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ പിടികൂടിയത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടന്നു കളഞ്ഞു. ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം മറിഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്, കൂട് പൊളിച്ച് അകത്ത് കയറിയത്. അപ്പോൾ പെട്ടെന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു.
വെറ്ററിനറി സംഘം മരുന്ന് നിറച്ച തോക്കുമായി കാത്തുനിന്നു. കൊന്നിട്ടയാടിനെ തേടി വന്നുപോയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. കടുവ 1 കിലോമീറ്റർ അകലെയുള്ള ആടിക്കൊല്ലി ഭാഗത്തേക്ക് കടന്നു. വെള്ളക്കെട്ട് എന്ന സ്ഥലത്ത് പുല്ലരിഞ്ഞിരുന്ന പീറ്ററും ഭാര്യയും കടുവയെ നേരിൽ കണ്ടു. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോയിലാണ് നടന്നു വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. RRT സംഘം തിരച്ചിലിനിറങ്ങി. ഡ്രോൺ പറത്തി. തക്കത്തിൽ കിട്ടിയാൽ മയക്കുവെടി എന്ന നിലപാടിലേക്ക് എത്തി വനംവകുപ്പ്. എന്നാൽ കടുവ കാണാമറയത്ത് തന്നെ. ദൗത്യത്തെ ബാധിക്കാതിരിക്കാൻ പുൽപ്പള്ളി 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. ഇപ്പോഴിതാ വനമന്ത്രി പറയുന്നു, വനനിയമ ഭേദഗതി ബില്ലിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതല്ല. മലയോര ജനതയെ സർക്കാരിനെതിരാക്കി മാറ്റാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. അത് തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രതികരണമാണ് സർക്കാരിൽ നിന്നുണ്ടായത്. ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഒരു നിയമവും പാസ്സാക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് ഈ വിഷയത്തിൽ വനമന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. 24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ സൈബർ പോലീസ് നിയമ നടപടി തുടങ്ങി. കലാപാഹ്വാനത്തിന് കേസെടുത്താണ് പോലീസിന്റെ നീക്കം. നുണപ്രചാരണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ പരാതി നൽകുമെന്ന് ചീഫ് എഡിറ്റർ അറിയിച്ചു. യു പ്രതിഭ MLA-യുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. ബിജു നെടുമൺകാവ്, JKKTR ജയൻ എന്ന ജയകുമാർ അയ്യംകുന്ന് കൊട്ടാരക്കര, റഷീദ് പുത്തൻപുരയിൽ, പ്രജീഷ് ദാദു, രാം പാച്ചേനി എന്ന രാമചന്ദ്രൻ, കോമ്രേഡ് MB പ്രദീപൻ എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. ജനങ്ങളുടെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റുകളെന്ന് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ FIR-ലുണ്ട്. BNS, കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. 24 കൊച്ചി. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്നേഹത്തിൽ സ്പർശ.